ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മോണപഴുപ്പും പല്ലുവേദനയും എങ്ങനെയാണ് അകറ്റാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില ഹോം റെമഡീസ് ഉണ്ട്. അതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഉപയോഗിച്ച് നോക്കി അതിന് നല്ല റിസൾട്ടുള്ളതായിരുന്നു. എനിക്കല്ല കേട്ടോ. അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ആ മോണയിലെ ആ ഒരു പഴുപ്പും കാര്യങ്ങളുമൊക്കെ മാറ്റിയെടുത്ത ഒരു റെമഡി കൂടിയാണിത്. മോണരോഗങ്ങളിലെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് പല്ലിലെ അണുബാധ, ബാക്ടീരിയ, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ അവസ്ഥ, പൊട്ടിയ പല്ലുകൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വായിലെ ശുചിത്വക്കുറവ്, ഇതൊക്കെയാണ് മോണവീക്കത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വേദന, അതേപോലെ തന്നെ പനി, ഇതൊക്കെ ഉണ്ടാവാം. അതേപോലെ തന്നെ വായുനാറ്റവും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. 2 പേരയില, 2 മാവില, അതേപോലെ തന്നെ 2 പ്ലാവില ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അതൊഴിവാക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കീറിയെടുക്കണം. ആ ഒരു രീതിയിൽ എടുക്കുക. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക്, ഇലകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് അടപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് അയ്യപ്പാന എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഇലകളാണ് കേട്ടോ. ഇത് മുറിവൊക്കെ ഉണക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർ ഇതൊന്ന് ഇട്ടോളൂ കേട്ടോ. ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ കല്ലുപ്പാണ്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കുന്നതാണ് ഇതിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഒരു 3-4 ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വരണം. അതുപോലെ തന്നെ ഇലയുടെയൊക്കെ കളറ് മാറും നന്നായിട്ടൊന്നൊരു വാടിയതുപോലെ ആകും. ആ ടൈം വരെ നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ചെറിയ ചൂടിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം, അതായത് നമുക്ക് വായിൽ കൊള്ളാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ നമ്മളിത് വായിൽ കൊള്ളുക. സാധിക്കുന്ന അത്ര സമയം വായിൽ പിടിച്ചു വയ്ക്കുക. അതിന് ശേഷം തുപ്പിക്കളയുക. ആ ഒരു രീതിയിൽ നമുക്ക് ഈ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുക. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോരാ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അങ്ങനെ 3 പ്രാവശ്യം ഉപയോഗിക്കുക. പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ ഇതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് 1-2 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. എന്നിട്ടും ഇത് മാറാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, നോർമലി ഇത് കുറയും പെട്ടെന്ന് തന്നെ. ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ, ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ കുറയും. മാറാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.